അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഐഷമ്മയുടെ ഫോണിലേക്ക് അതാ കോൾ വരുന്നു. ഹലോ. ആ താത്ത, എന്തായി കാര്യങ്ങളൊക്കെ? ഒരു സമാധാനമില്ലായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, റജിനിയായിരുന്നു. എന്ത് കാര്യങ്ങൾ? അതോ അതിപ്പോൾ എന്താ, ഞമ്മക്കെന്നെ അറിയാലോ. സത്യമല്ലടി ജയിക്കുള്ളൂ. കളവ് ജയിക്കൂലല്ലോ. പൊന്നു താത്ത, അത് ഈ കാലത്ത് എങ്ങനെയൊക്കെയൊന്നും പറയാൻ പറ്റൂല. അതൊക്കെ പടച്ച റബ്ബി എങ്ങനെ വിചാരിക്കണം അതുപോലെയൊക്കെ. കാരണം ദുനിയാവെന്ന് വെച്ചാൽ അങ്ങനല്ലേ. കാരണം ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ എത്ര നല്ലവരാണെങ്കിലും നന്മ ചെയ്യണവരാണെങ്കിലും കളവിനാണ് ഇവിടെ മുൻതൂക്കം ഉണ്ടാകുക. അങ്ങനെയാണല്ലോ. അല്ലടി, ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല മട്ടത്തിൽ തന്നെ കുഞ്ഞിക്കതിയാനെ കൊണ്ടേക്കണേ. ഇനി ഞാൻ പറഞ്ഞ ഒന്നുമല്ല, നല്ല മട്ടം. ഇനിയിപ്പോൾ കുറച്ചാണെങ്കിൽ ഇനി ഒരു 14 ദിവസം റിമാൻഡ് ചെയ്തൊക്കെ ആണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടുള്ള തിരിച്ചു വരട്ടെ. നല്ല മനസ്സോടു കൂടി ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ പൊന്നാറ് താത്ത, ഞാൻ പേടിച്ചിരുന്നു. കാരണം നവാസിൻ്റെ പേരിലെങ്ങാനും കേസ് പോവോ വിചാരിച്ചിട്ട്. അതിനിടെ എൻ്റെ കുട്ടിയുടെ തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഓൻ എല്ലാവർക്കും സഹായമല്ലേ ചെയ്തിട്ടുള്ളൂ. ഓൾക്ക് നല്ല വീടും കാര്യങ്ങളൊക്കെ എടുത്തെടുത്തു. അല്ലാതെ ഒരിക്കൽ പോലും അവരെ... എൻ്റെ താത്ത, അങ്ങനെയൊന്നല്ലേ. അവരെന്ന് വെച്ചാൽ ഒന്നിനും മടിക്കാത്തവരാണ്. കളവ് ചെറുകൾക്ക് പറഞ്ഞാൽ പൂതി കെടൂല. ആ ടീമുണ്ട്. അല്ലാ, ഏതായാലും എൻ്റെ മോളെ കുഴപ്പമൊന്നുമില്ല. നവാസ് ഇപ്പോൾ ടൂർ വയ്ക്കുകയാണ്. ഷാമോ ഇവിടെ ഉണ്ട്. ആ താത്ത, ആയിക്കോട്ടെ. നല്ല റാഹത്തായി. ഒക്കെ ഇതാവട്ടെ. കാരണം അല്ല, സൗദൻ്റെ വർത്താനം എന്താ? എൻ്റെ പൊന്നാര മോളെ, അതൊന്നും പറയണ്ട. അതങ്ങനെ പോകുന്നുണ്ട്. ഏതായാലും അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ലാതെ കഴിഞ്ഞിട്ടാൽ മതിയായിരുന്നു. ആ പിന്നെണ്ടല്ലോ, ഫസീലാക്ക് എടി തുടങ്ങുകയാണ്. ആണോ? മാഷാ അല്ലാ. ഏതായാലും നവാസ് അതിൻ്റെ ഇടയിൽ കൂടെ അതും കാട്ടിക്കൂട്ടിക്കല്ലേ. പിന്നെന്താടി, ഓനൊരു ആണനല്ലേ, ഓനക്കും ഉണ്ടാവൂലേ. ഇവളിങ്ങനെ തെറ്റിയും അത് പിരിഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി അരച്ച് കണ്ടിപ്പോൾ ഓല് തമ്മിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഫസീലടി ആദ്യത്തെ പോലെ ഒന്നല്ല. ആദ്യം അങ്ങനെയൊക്കെ ആണെങ്കിലും കൂടിയിട്ട് നല്ല മോളേക്കണ്. പഴയ പോലെ നല്ല. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഓനക്ക് ഓളെങ്കിലൊന്ന് നന്നാകട്ടെ, മറ്റുള്ള അങ്ങോട്ട് റെഡി ആയിക്കോളും. ഏതായാലും അങ്ങനെ എത്ര ഉണ്ട് താത്ത? 1, 2, 3 പെണ്ണുങ്ങളായിട്ട് നിൽക്കണോല് നല്ല മട്ടത്തിൽ നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും ഇല്ലാതെ. എന്നാൽ ഒരിക്കൽ പോലും നവാസ് ജയിലിലായത് ഉമ്മ അറിഞ്ഞതുമില്ല, റജിനത്തെയും അറിഞ്ഞില്ല. അവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് അതാ ഷാമോൻ അങ്ങോട്ട് വന്നു. എന്നാൽ അത് ശ്രദ്ധിച്ചു. പാവം ഉമ്മ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് റജിനത്തിയോട് സംസാരിക്കുന്നത്. എന്നാലും പഠിച്ചോനെ, വല്ലാത്തൊരു ഇതുതന്നെയാണ് സൗദിയുടെ മനസ്സിൽ. എൻ്റെ ഇക്കാക്ക് നല്ലൊരു ജീവിതം ഇനി ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ്. എന്നാൽ ഈ സമയം കുഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ കുഞ്ഞുവിൻ്റെ മുഖം വല്ലാതിരിക്കുന്നു. ഫസീലത്തെ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമവും തോന്നി. ഫസീലത്തിയുടെ കാര്യം, അവർ ഗർഭിണിയാണ്. പക്ഷേ ഈ സമയം ഭർത്താവ് ജയിലിലാണെന്നുള്ള കാര്യം അറിയുന്നില്ല. എന്നാൽ മക്കൾ ചോദിക്കുന്നു, ഉപ്പച്ചി എപ്പോൾ വരും? ഉപ്പച്ചി എപ്പോൾ വരും? മക്കളെ, ഉപ്പച്ചി പോയിട്ടല്ലേ ഉള്ളൂ, തിരിച്ചു വരൂട്ടോ. അതെ, ഫസീല അവരെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ കുഞ്ഞു അത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമായി. എന്നാലിപ്പോൾ ഈ കുട്ടി ഇപ്പോൾ പിടിച്ചപ്പോൾ എന്തൊരു പോക്കേന്നത്, വല്ലാത്തൊരു പുതുമന്നെ. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുത്തി ഇവിടെ അങ്ങനെ നിൽക്കുക, മറ്റോൾ അവിടെ അങ്ങനെ നിൽക്കുക. അപ്പോൾ പോനിപ്പോൾ ഒരു ടൂറോക്കിൻ്റെ വല്ല ആവശ്യം ഉണ്ടേനോ? എന്നാലും അവളൊന്ന് വിളിച്ചിട്ട് ചെയ്തിട്ടില്ല. ഷമ്മാസ് അത് കേട്ട് വല്ലാതെ അങ്ങ് വിഷമിച്ചു പോയി. റബ്ബേ, എന്താപ്പം ചെയ്യുക, വല്ലാത്തൊരവസ്ഥ തന്നെ. എന്നാൽ ഈ സമയം അതാ നജീബ് സാറ് ഷമ്മാസിനെ വിളിക്കുന്നു. ഹലോ. പിന്നെ എന്തായാലും പുത്തൻ വീട് തറവാട് എന്ന് വെച്ചാൽ വലിയ തറവാടാണ്, പേര് കേട്ട തറവാടാണ്, ഓക്കെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനി പത്രക്കാരും ചാനലുകാരൊക്കെ ഈ വിവരങ്ങൾ പക്ഷെ പുറത്ത് വിട്ടിട്ടില്ല. കോടതിയോട് ഒരിക്കലും ഇത് പുറത്ത് വിടരുത് എന്നുള്ള രീതിയിൽ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒന്നുകൂടെ നമുക്ക് തെളിയിച്ചിട്ട് ഒന്നും കൂടെ തെളിവുകളൊക്കെ നോക്കിയിട്ട് ശേഷം മാത്രം ഇത് കൺഫേം ചെയ്താൽ മതി എന്നുള്ള രീതിക്ക് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ വലിയ DGP സാറിനോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് കാര്യം മറ്റൊന്നുമല്ല, ഇതിപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, അതായത് നിങ്ങളുടെ തറവാട്ടിലേക്ക് എന്ത് ചെറിയൊരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും ഇവർ വാർത്തയാക്കും. കാരണം ഒരുപാട് ആളുകൾ ഉറ്റുനോക്കുന്ന ഒരിടമാണ് പുത്തൻ വീട് തറവാടെന്ന് വെച്ചാൽ. അതായത് ഒന്നുമല്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ഇനി പെരുന്നാളിനായാലും എപ്പോഴാണെങ്കിലും ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണല്ലോ എല്ലാവരും ഒരുപാട് ആശ്രയിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു പോലീസ് കേസിൽ, അതും ഒരു പീഡന കേസിൽ അകപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ആളുകളത്
കൊട്ടിഘോഷിക്കും. ഓ വലിയ പുത്തൻ വീട് തറവാട്ടുകാർ അങ്ങനത്തോല് ഇങ്ങനത്തോല് എന്നൊക്കെ പറയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഷമ്മാസേ, ഒരിക്കൽ പോലും നീ ഇത് ആരോടും പറയരുത്. കാരണം വിധി നടക്കുന്ന കാര്യം ഒരിക്കലും അത് നവാസിൻ്റെത് അവിടെ വരും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും കുഞ്ഞിക്കതിയാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കാര്യം മറ്റൊന്നുമല്ല. തൽക്കാലം ആരോടും നീ ഒന്നും പറയണ്ട. ഒരു കുട്ടിനോടും പറയണ്ട. അവനിവിടെ ഇല്ല, അവന് പുറത്ത് പോയതാണ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. ആരും അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം നിരപരാധിയാണ്. അവർ ഓരോന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കിയ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അവർ അങ്ങനെ അവിടെ പാസ്സായതാണ്. അല്ലാതെ ഒരിക്കൽ പോലും ഇത് ന്യായമായിട്ടുള്ളൊരു വിധിയല്ല നവാസിന് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗർഭിണിയെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. എന്തൊക്കെ തന്നെയാലും എനിക്ക് പറയാനുള്ളത്, ഒരു കുട്ടിയോടും ഷമ്മാസ് ഈ കാര്യം പറയരുത്. എന്നാൽ ഷമ്മാസ് പെട്ടെന്ന് പറഞ്ഞു, അത് ഞാൻ ഒരാളോട് പറയാൻ പാടില്ലായിരുന്നു. അറിയാത്ത രീതിയിൽ അവനെ ഇറക്കിക്കൊണ്ട് വരികയായിരുന്നു നമുക്ക് വേണ്ടത്. ഒരിക്കലും അവന് ജയിലിലാണെന്നുള്ള കാര്യം ഒന്നും ഞാൻ ആരോടും പറയരുത്, ആരും തന്നെ. പിന്നെ VVIPകൾക്കുള്ള പ്രത്യേക സെക്ഷനും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാകും. പിന്നെ നവാസിന് പരിഗണന ഉണ്ടാകുമായിരിക്കും. ഞാൻ DGP സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരിക്കൽ പോലും തെറ്റും ചെയ്യാത്തതാണ്. സാറ് പറഞ്ഞു, അത് നിരപരാധികളെ എത്രയോ പേരുണ്ട്, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ ശ്രമിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഷാമോനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ആരോടും പറയുകയും ചെയ്യരുത്. നമുക്ക് വൈകാതെ തന്നെ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. ഷമ്മാസ് പറഞ്ഞു, ഇല്ല സർ, ഞാൻ ഒരാളോട് മാത്രം പറഞ്ഞു. ആരോടാ? അതായത് അവൻ്റെ സ്വന്തം ഭാര്യയോട്. അതായത് എന്താണെന്ന് വെച്ചാൽ അവന് വിശ്വസ്തനായ ആളാണ്. ഒന്നും പുറത്ത് പറയില്ലെന്ന് പറഞ്ഞാൽ പറയില്ല. ഓക്കെ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. ഒരിക്കലും പറയരുത്. ഷമ്മാസ് അത് ശരിവെച്ചു. ശരിയാണ്, ഇതെങ്ങാനും ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇൻ്റർവ്യൂവിനുമായിട്ടും പലതുമായിട്ടും വരും. പിന്നെ എന്തുകൊണ്ടാണ്, എന്താ സംഭവിച്ചത്, എന്താണ് പ്രശ്നം? കാരണം ചു എന്ന് പറഞ്ഞാൽ ചുണ്ടങ്ങ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേട്ടുകേൾവിയുള്ള ഈ തറവാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആകപ്പാടെ കൊട്ടിഘോഷിക്കും. അതുമാത്രമല്ല, പിന്നീട് എൻ്റെ ഉമ്മയുടെ ചെവിയിൽ ആ വാർത്ത എത്തുമ്പോൾ എന്നോട് ചോദിക്കും, മോനെ ഷാമോനെ എന്തായിരുന്നടാ എൻ്റെ നവാസ് എവിടെ, നീ കളവ് പറയുകയായിരുന്നു അല്ലേ എന്ന് പറയും. എൻ്റെ ഉമ്മയുടെ ആ ശാപവും ഞാൻ കേൾക്കേണ്ടി വരും. പഠിച്ചവനെ എന്താ ഞാൻ ചെയ്യുക? റബ്ബേ, അതിനു മുമ്പായിട്ട് നീ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കിക്കൊണ്ട അല്ലാ. എന്നാൽ മുഹ്സിൻ തങ്ങളും ഈ കാര്യത്തിൽ നല്ല വിഷമത്തിലായിരുന്നു. മുഹ്സിൻ തങ്ങൾ പറഞ്ഞു, പഠിച്ചോനെ, നിരപരാധികളായ ആളുകളെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ, അവനൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാ പാവം. എല്ലാത്തിനും ത്യാഗം സഹിച്ചു, എല്ലാവർക്കും വേണ്ടി ത്യാഗം സഹിച്ചു എന്നുള്ളതാണ് മാത്രമാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. എന്നാൽ കുഞ്ഞുവിന് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമായിരുന്നു. വീട്ടിലേക്കെത്തിയിട്ടും അവൻക്ക് വല്ലാത്ത ഒരു ഇടങ്ങാറ്, പ്രയാസം. മോനെ, നവാസ് ടൂറ് പോയതാന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് ദിവസം പിടിക്കുമായിരിക്കില്ലേ? ഇനി ഉമ്മാൻ്റെ കുട്ടി ഇത്ര നേരം വൈകാൻ നിൽക്കണ്ട, കുറച്ച് നേരത്തെ തന്നെ വന്നോണ്ടിട്ടോ ഉമ്മ. അതെ, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഉമ്മ അവനോടത് പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സൊന്ന് വിങ്ങി. എന്നാൽ ആ മക്കൾ പറഞ്ഞു, അതെ മാമ, ഞങ്ങൾ ഉപ്പച്ചി ടൂറ് പോയതാ. ഉപ്പച്ചി വരുമ്പോൾ പല സാധനങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുപോകും. എന്നാൽ ആ മക്കളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് വേദനിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ സമയം അതാ ഹസീന വീട്ടിലുള്ള സ്വർണവും പൈസയും എടുത്തുകൊണ്ട് കാമുകൻ്റെ കൂടെ പോയതാണ്. അവർ അടിപൊളി ലൈഫാണ് ഇപ്പോൾ. ഹസീന, എന്തായാലും നീ എൻ്റെ കൂടെ വന്നത് നന്നായി. നമുക്ക് രണ്ടുപേർക്കും അടിപൊളിയായി ജീവിക്കാമല്ലോ. എന്നാൽ ഹസീന പറഞ്ഞു, ദിവസം തോറും ഓരോ മാലയായിട്ടും വളയായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്നൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ പെണ്ണെ, സ്വർണവും പണമൊക്കെ നമുക്ക് ഇനിയും ഉണ്ടാക്കാം. പക്ഷേ ലൈഫ് അതൊന്നേ ഉള്ളൂ. അത് മാക്സിമം നല്ല അടിപൊളിയായി ജീവിക്കണം. എന്താ? ശരിക്കും ഹസീന അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശരിക്കും ഹസീനയെ അവൻ ശരിക്കും പെരുമാറുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും നല്ല ഹാപ്പി ലൈഫ്. കാരണം ഇഷ്ടം പോലെ പണം, ക്യാഷ്, നവാസ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു ക്യാഷ്, അതെല്ലാം കൊണ്ടും അവർ അടിപൊളി ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നത്.
അവർ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് സുഖസുന്ദരമായി ജീവിക്കുകയാണ്. എടി പെണ്ണെ, നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യം. പിന്നെ നമുക്ക് സുഖസുന്ദരമായി ഇങ്ങനെ ജീവിക്കുമ്പോൾ എന്ത് രസാലേ. ജോലിക്കും പോകേണ്ട, ഇഷ്ടം പോലെ ക്യാഷും. പിന്നെ ഇത് കണ്ടോ, ഇതിലേക്കാണ് എൻ്റെ ക്യാഷ് മുഴുവൻ വരുന്നത്. കണ്ടോ എത്രയാണ് റവന്യൂ വരുന്നത്. ഡെയിലി ഇതിലേക്ക് എത്ര ക്യാഷ് കയറുന്നുണ്ടെന്നോ. ഓരോ ടൈമിനും 5000, 10,000, 20,000, 30, അങ്ങനെ ദിർഹംസുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക്. ഇതുണ്ടാകുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എടി പെണ്ണെ, നീ ലക്കിയാണല്ലോ. സത്യം പറഞ്ഞ് ഇതിപ്പോൾ എന്താ സംഭവം? അതൊക്കെയുണ്ട്. അതായത് ഞാൻ പറയാം, ഇതെൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഫോണാണ്. ഇതെൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഫോണ് ഞാനങ്ങ് അടിച്ചു മാറ്റി. ജ്യേഷ്ഠത്തിക്ക് പല അസുഖം മാനസികപരമായിട്ടുള്ളതല്ലേ. എന്നാൽ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് നവാസിൻ്റെ ഷോപ്പിൻ്റെ ആ ഒരു ഷോപ്പുമായി കണക്റ്റ് ചെയ്തിരിക്കുന്നത് അക്കൗണ്ട് നമ്പർ ഇതാണ്. എല്ലാ ക്യാഷും കാര്യങ്ങളും അതിൻ്റെ ലാഭവും എല്ലാം എന്തൊക്കെ ബിസിനസ് നടക്കുന്നു അതിൻ്റെ കമ്മീഷൻ മുഴുവൻ ഇതിലേക്കാണ് വന്നു ചേരുന്നത്. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് കൊടുത്തൊരു ഗിഫ്റ്റാണിത്. പക്ഷേ അനുഭവിക്കുന്നത് ഭാര്യയുടെ അനിയത്തി. എങ്ങനെയുണ്ട്? ആഹാ, നീ കൊള്ളാലോടി. ശരിക്കും അതേ. പിന്നെ നമ്മൾ ഇതുണ്ടാവുമ്പോൾ എന്തിനു വിഷമിക്കണം? അവരൊക്കെ എവിടെ? എൻ്റെ ജ്യേഷ്ഠത്തി ഏതെങ്കിലും ഭ്രാന്തത്തിയാണ്, അവൾക്ക് ഓർമ്മയില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല. ആ ഒരു സ്ഥിതിക്ക് അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്യല്ലേ നല്ലത്. അങ്ങനെയാവുമ്പോൾ എൻ്റെ അളിയൻ്റെ ക്യാഷ് ഇതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ചില സമയത്ത് നല്ല ബിസിനസ്സാണ്, പ്രത്യേകിച്ച് പെരുന്നാൾ സീസണുകളിലൊക്കെ അവിടെ നല്ല അടിപൊളി ബിസിനസ്സായിരിക്കും. ആ ഒരു ബിസിനസ്സിൻ്റെ സമയത്തിലേക്ക് ഇതിലേക്ക് ലക്ഷങ്ങൾ വന്ന് മറിയാണ് ചെയ്യുന്നത്. ലക്ഷങ്ങൾ മറിയുക ഒരിക്കൽ പോലും ആയിരങ്ങളല്ല കേട്ടോ, ലക്ഷത്തിൽ കുറയാറില്ല. അടിപൊളി എൻജോയ്മെൻ്റുള്ള ജീവിതം. അതെനിക്കൊന്ന് നല്ല രീതിയിൽ ആസ്വദിക്കണം. ശരിക്കും അവർ രണ്ടുപേരും നല്ല എൻജോയ്മെൻ്റാണ്. കാര്യം മറ്റൊന്നുമല്ല, രണ്ടുപേർക്കും ഒരു ജോലിക്കും പോകേണ്ട, ഇഷ്ടം പോലെ ക്യാഷ്, നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ അടിപൊളി ഫുഡും കഴിച്ചുള്ള സുഖസുന്ദരമായ ജീവിതം. ഹസീന ശരിക്കും ഇപ്പോഴാണ് ആസ്വദിക്കുന്നത്. എന്നാൽ കാമുകൻ പറഞ്ഞു, നിനക്ക് ഇങ്ങനൊരു ജ്യേഷ്ഠത്തി ഉണ്ടായതും വലിയ കാര്യം തന്നെ. അല്ല, സത്യം പറഞ്ഞാൽ നീ അവരെ ചതിച്ചതല്ലേ? അതെ, എന്നെക്കുറിച്ച് അനാവശ്യം പറയരുത് കേട്ടോ. എനിക്കതൊന്നല്ല പേടി, എൻ്റെ വീട്ടിൽ നിന്ന് വല്ല അന്വേഷണം വരുമെന്നാണ്. എന്നാൽ അവനെക്കുറിച്ച് വീട്ടിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. എനിക്ക് അത് മാത്രമുള്ള പേടി. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഹോട്ടൽ വിട്ട് മറ്റൊരു ഹോട്ടലിലേക്ക് ഇവിടുന്ന് മാറണം. നിൻ്റെ ഫോൺ ലൊക്കേഷൻ അനുസരിച്ച് ഒരു പക്ഷേ അന്വേഷണം ഉണ്ടായിരിക്കും കേട്ടോ. അതിനൊക്കെ ഫോൺ അവിടെ തന്നെ ഉപേക്ഷിച്ച് പോയില്ലേ. എന്നാൽ ഈ സമയം മാതാപിതാക്കളുടെ പരാതി പ്രകാരം അവനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് ഉത്തരവിടുകയായി. ഫോൺ ലൊക്കേഷൻ അനുസരിച്ച് നോക്കിയപ്പോൾ ആ ഫോൺ അവിടെ തന്നെയാണെന്നും അവർക്ക് ഏറെക്കുറെ ബോധ്യമായി. അപ്പോൾ ഇവിടെ നിന്നാണ് അവർ രണ്ടുപേരും ഒളിച്ചോടി പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും അവിടെയുള്ള തെളിവുകളും കാര്യങ്ങളും അവർ സ്വീകരിച്ചു. പക്ഷെ ഫോൺ കണ്ടെത്താനായില്ല. ഈ ചുറ്റുവട്ടത്ത് എവിടെയുണ്ട്, പറയാൻ പറ്റില്ല സാറേ. അതായത് കിണറ്റിലിട്ടാലും മതിയല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. എന്നാൽ ഈ സമയം അവർ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുവാനുള്ള, അതായത് കേരളം വിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ ഒരു 5 നക്ഷത്ര ഹോട്ടലുകളിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകുമ്പോൾ അവിടുത്തെ ആൾ അവരോട് ചോദിച്ചു, അല്ല, നിങ്ങൾ എങ്ങോട്ട് രണ്ടും കൂടെ? സർ, ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലല്ലോ? സർ, അതെന്താ അങ്ങനെ പറയുന്നത്? ഞങ്ങൾ കല്യാണം കഴിക്കാനായി ഉള്ളവരാണ്, ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതാണ്. എന്നിട്ട് രണ്ടുപേരുടെയും ആധാറിലെ പേരൊക്കെ വ്യത്യാസമുണ്ടല്ലോ. എന്താ, നീ മുസ്ലിമും ഹിന്ദുവും കൂടെ കല്യാണം കഴിക്കുകയാണോ? അതിനെന്താ സർ, 18 വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടം പോലെ എന്തും ചെയ്യാലോ. അതിനൊന്നും സാർ ഇത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ശരിക്കും അയാളുടെ ആ ഒരു വാക്കുകൾക്ക് അങ്ങനെയായിരുന്നു ഹസീനയുടെ ഉത്തരം. എന്നാൽ അവൻ കാര്യമായിട്ട് ഒന്നും പറയുകയും ചെയ്യുന്നില്ല.
അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങി. അല്പസമയം കഴിഞ്ഞു. അവർ ഒരു ഓട്ടോ വിളിച്ച് എങ്ങോട്ടോ പോയി, റെയിൽവേ സ്റ്റേഷനിലേക്കോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഹോട്ടലിലേക്ക് ഫോൺ കോൾ. അതായത് മറ്റൊന്നുമല്ല, ചെറുപ്രായക്കാരായ 2 യുവാക്കൾ ആ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടോ എന്നുള്ള ആ ഒരു വിവരം അന്വേഷിക്കാനായി. അയാൾ പറഞ്ഞു, അതെ, ഇവിടെ നിന്ന് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമായിട്ടുള്ളൂ. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. അവരുടെ ഫോൺ നമ്പർ ഒന്ന്. അപ്പോൾ തന്നെ അയാൾ ആ ലിസ്റ്റ് നോക്കി ഫോൺ നമ്പർ കൊടുത്തു. ഓ, ഓക്കെ. എന്നാൽ ആ ഫോൺ നമ്പർ നിലവിലില്ല എന്നതായിരുന്നു മറുപടി. അവർ വളരെയധികം സൂത്രപരമായി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞു. എന്നാൽ ഷഹർബാൻ നജീബ് സാറോട് ചോദിച്ചു, സർ, ഇവരെ എങ്ങനെയെങ്കിലും പിടിക്കപ്പെടണം, എങ്കിൽ മാത്രമേ നവാസിൻ്റെ ആ ഒരു കേസും തെളിവുകളും അതെല്ലാം നമുക്ക് ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്ത് സെറ്റാക്കാൻ പറ്റുകയുള്ളൂ. പെട്ടെന്ന് അവരെ പിടിക്കണം. കാരണം ഒരുവിധം കാര്യങ്ങളുമായിട്ട് അവർ മുങ്ങിയിട്ടുണ്ട്. ഒക്കെ നവാസിൻ്റെ സമ്പാദ്യമാണ്. അത് എങ്ങനെയെങ്കിലും അവർക്ക് കാണിച്ചു കൊടുക്കണം, തെളിവടക്കം. അതുകൊണ്ട് അവരെ പിടിക്കൽ അത്യാവശ്യമാണ്, എത്രയും പെട്ടെന്ന്. പക്ഷേ സൗദ, അവർ കേരളം വിട്ടുകഴിഞ്ഞു. ഇനി തമിഴ്നാട്ടിലേക്ക് കേസിൻ്റെ പുരോഗതി വ്യാപിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക്... സർ, എന്തായാലും വേണ്ടില്ല, അവരെ വെറുതെ വിടാൻ പാടില്ല. ഓ, ഹസീന അത്രയ്ക്ക് നല്ല ആളൊന്നല്ല. ഇവിടെ നമ്മൾ ലോക്കപ്പിൽ ഇട്ടിട്ട് അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടതാണ്. എന്താണ് വിളവത്തി? ഒരു പക്ഷേ ആ പയ്യൻ പാവമായിരിക്കും അവൻ്റെ കൂടെയുള്ള. ഇവള് വലയിൽ വീഴ്ത്തിയതായിരിക്കും ഉറപ്പായിട്ടും. ശരിക്കും അത് കണ്ടാൽ തന്നെ അറിയാം. എന്നാൽ അവർ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. എന്നാൽ അതിനിടയ്ക്ക് അവൾ അവൻ്റെ മടിയിലേക്ക് നല്ല രീതിയിൽ തലവെച്ച് കിടക്കുന്നുണ്ട്. അവനാണെങ്കിൽ അവൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഓർത്തിട്ടും ഒരു ടെൻഷൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് തന്നെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ തൻ്റെ അമ്മ, അച്ഛൻ, അവരെക്കുറിച്ചൊക്കെ ഓർത്തപ്പോൾ അവൻ്റെ മനസ്സൊന്ന് വിങ്ങി. എൻ്റെ അമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ഞാനിപ്പോൾ 2 ദിവസമായില്ലേ ഇവളുടെ കൂടെ ഇങ്ങനെ പോന്നിട്ട്. എനിക്കറിയില്ല. അവൻ്റെ മനസ്സിൽ ആകപ്പാടൊരു ടെൻഷൻ. എന്നാൽ ഹസീനയോട് അവൻ പറയുന്നു, ഹസീന, നമുക്ക് തിരിച്ചു പോയാലോ? എന്തിന്? എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നു. നിൻ്റെ കൂടെ വന്ന ഞാനാണ് വിഡ്ഢി. നിനക്ക് ഇത്രയധികം ക്യാഷും സ്വത്തും സമ്പത്തും എല്ലാം തന്നിട്ടും നീ എന്താ ഇങ്ങനെ? നിനക്ക് ജോലിക്ക് വല്ലതും പോകണോ? നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്ന് മറിയുകയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ മനസ്സ് വല്ലാതൊരു... ഇത്ര ധൈര്യമില്ലാത്ത ചെക്കന്മാരൊന്നും ഒളിച്ചോടാൻ പാടില്ലായിരുന്നു. ശരിക്കും ഹസീനയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവൻ മൗനം പാലിച്ചു. എന്നാൽ പിറ്റേ ദിവസം പുത്തൻവീട് തറവാട്ടിലേക്ക് ഫസീലയും മക്കളും ഒരു ഓട്ടോയിൽ വരുന്നു. ഉമ്മാ, മോള് ഫസീലേ, മോള് വാ, വന്ന് കയറിയിരിക്ക്. ഉമ്മാ, നവാസ്ക്ക് വിളിച്ചീനോ? ഇല്ല മോളെ, വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ വിളിച്ചപ്പോൾ ഫോണ് സ്വിച്ച് ഓഫാണ്. പിന്നെ ഷാമോൻ പറഞ്ഞു ഇനി വിളിക്കൊന്നും വേണ്ട, വരുമ്പോൾ വരട്ടെ, നവാസ്ക്കൊന്ന് റിലാക്സ് ആകട്ടെ, കാരണം കുറേ ഇടങ്ങാറായതല്ലേ, അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് നവാസ്ക ഒന്ന് ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞു. കാരണം എല്ലാം കൊണ്ട് നോക്കുമ്പോഴും ശരിയാണുമ്മ, നവാസ്കയെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പാവാണ് നവാസ്ക. ജീവിതത്തിലേക്ക് കടന്ന പാടന്നെ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ വാശിയും ദേഷ്യവും അതങ്ങനെയായിരുന്നു ഉമ്മ. ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നവാസ്ഖാനെ. പക്ഷേ എന്താ ചെയ്യാം നവാസ്ക, എൻ്റെ ബുദ്ധിമോശം കൊണ്ടല്ല നവാസ്കാക്ക് ഇങ്ങനെയൊക്കെ വേണ്ടി വന്നത്. ഞാൻ നല്ല രീതിയിൽ നവാസ്ഖാൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പം എത്ര നന്നായിരുന്നു. പാവാണ്, അവിടെ നിന്നോട്ടെ, ഞാൻ വിളിക്കുന്നില്ലെന്നേ, വരുമ്പോൾ വരട്ടെ. ഫസീലയുടെ സംസാരം സൗദ കേൾക്കുന്നു. അവൾ ഫസീലയുടെ ശബ്ദം കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ ആ റൂമിൽ തന്നെ ഇരുന്നു. എൻ്റെ ഭർത്താവിനെ അവൾക്ക് ഒറ്റയ്ക്ക് കിട്ടാനാണ് ആഗ്രഹം. ഇപ്പം ഗർഭിണിയാണത്രേ, അവൾ 3ാമത്തത്. എന്താന്നില്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യമാണ് വരുന്നത് എല്ലാവരോടും. ഇതിപ്പോൾ ഞാൻ ചെറുതല്ലേ, എനിക്കല്ലേ നവാസ്ക എൻ്റെ കൂടെയല്ലേ എപ്പോഴും നിൽക്കേണ്ടത്. പകരം അവളുടെ അടുത്തേക്ക് പോയിട്ട് നല്ലോണം ശരിയാക്കി വന്നിക്കണ്. അവരെ വിചാരം അവരിപ്പോഴും കിള്ളക്കുട്ടികളാന്നാ. അതൊക്കെ എനിക്കല്ലേ തരേണ്ടത്. ഇതിപ്പോൾ നേരെ തിരിച്ചാണ്. വലിയ ഭാര്യനോടാണ് കൂടുതൽ സ്നേഹം. എല്ലാവർക്കും സാധാരണത്തെ രീതിയിൽ ചെറിയ പ്രായം കുറഞ്ഞ ഭാര്യയോടായിരിക്കും എല്ലാവർക്കും ഇഷ്ടം.
പക്ഷേ ഇതിപ്പോൾ നേരെ തിരിച്ച് പ്രായം കൂടിയവളുടെ അടുത്തേക്കാണ് ഇടയ്ക്കിടയ്ക്ക് പായുന്നത്. ഞാനെന്താ ഇവിടെ ഒരു കറിവേപ്പിലയോ? ഛേ, എന്താന്നില്ലേ. അവിടെ നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ട് അവളെ കീഴേക്ക് പോകുന്നില്ല. ഫസീലത്ത, നിങ്ങൾക്ക് വെയ്യാന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ പോവില്ല. അവിടെ നിൽക്കട്ടെ, ഞാൻ ഇവിടെ ഇരിക്കും. എന്താന്നില്ലേ, ഞാനെന്താ ഇവിടുത്തെ വേലക്കാരത്തിയോ? ശരിക്കും അതാ സൗദ റൂമിൽ തന്നെ ഇരുന്നു. എന്നാൽ അതിനിടയിൽ ഉമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. എവിടെ ഉമ്മച്ചിൻ്റെ മോനെവിടെ? അല്ലോ പൊന്നു മോനെ. അത് ഫസീല. അവനെ മതി വരുവോളം ചുംബിച്ചു. ഉമ്മ, ഇന്നെങ്കിലും ഞാൻ കൊണ്ടോട്ടെ കുട്ടിനെ? പൊന്നു ഫസീല, ഇപ്പോൾ ഇജ് കൊണ്ടുപോണ നേരല്ല. അല്ല ഉമ്മ, അതിനിപ്പോൾ എന്താ? മോളെ, അതിപ്പോൾ എനിക്ക് ഇനി കയ്യും കാലും കഴിച്ചിലായിട്ടും തലവേദനയും അതും ഇതൊക്കെ ഉണ്ടാവും. ഈ ഇപ്പം ആ കുട്ടിനെ കൊണ്ടുപോകണ്ട കേട്ടോ. ഉമ്മ, അതിനത്രയൊന്നും ആയിട്ടില്ലേ, തെറ്റിയിട്ടില്ലുള്ളൂ. ഇത് ഇനിയിപ്പോൾ 2-3 മാസമൊക്കെ ആവില്ല അങ്ങനെയൊക്കെ തുടങ്ങാൻ. എൻ്റെ ഫസീല, അതെ, നീ കൊണ്ടായാലും എന്താ വെച്ചാൽ അവൾ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ്. നിൻ്റെ നവാസ് എപ്പോഴാന്നാവും ഒന്ന് വരിക. എന്നാൽ സൗദ പുറത്തേക്ക് തന്നെ വന്നില്ല. എന്നാൽ ഈ സമയം ഫസീല പറഞ്ഞു, ഉമ്മ സൗദ ഇവിടെ? അവളെ കാണുന്നില്ലല്ലോ. ഉമ്മ പറഞ്ഞു, ഓളവിടെ അകത്തുണ്ടായിരുന്നു, ഈ വന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല വേണമെങ്കിൽ. എന്നാൽ അവൾ വാതിലങ്ങ് കുറ്റിയിട്ടു. ശരിക്കും ഫസീല അതാ സൗദയുടെ റൂമിനടുത്തേക്ക്. മോളെ സൗദ, സൗദ, വിളിക്കട്ടെ. എന്താന്നില്ലേ, എൻ്റെ ഭർത്താവിനെ വീണ്ടും പാട്ടിലാക്കി ഗർഭിണിയായി വന്നേക്കാണ്. നാണമില്ലല്ലോ തള്ളക്ക്, ഇത്രയും വയസ്സായിട്ട് പിന്നെയും ഗർഭം ചുമക്കാൻ. അത് എനിക്കുള്ളതല്ലേ. എൻ്റെ ഭർത്താവ് അപ്പോത്തിനങ്ങ് പിടിച്ചടക്കിക്കണ്. നവാസ്ക്ക് അങ്ങോട്ട് വരട്ടെ, കാട്ടിക്കൊടുക്കുക. മൂപ്പരിൻ്റെ കോളും തോന്നും എടുത്തിട്ടുമില്ല. ഒരു പഴയ ഫോണ് തട്ടിക്കൂട്ടി ഒപ്പിച്ച് ഉണ്ടാക്കിയപ്പോൾ ഏതായാലും മറ്റേ ഫോണ് എനിക്ക് വല്ല തരുന്നില്ല. അത് ഞാൻ അമ്മാനോട് ഞാൻ ചോദിച്ചോണ്ട് അതുമായിട്ട് അവർ മുങ്ങിക്കണ്. എനിക്ക് ഓർമ്മയും കാര്യം ഒന്നുമില്ലായിരുന്നു. എന്നാലും ഒരു തട്ടിക്കൂട്ട് ഫോണും ഒക്കെ എനിക്ക് വേണ്ട. അതൊന്നും ഏതോ ഒരു സിമ്മും നമ്പറൊക്കെ ആയിട്ട് കുറച്ച് കോണ്ടാക്റ്റും ആക്കി തന്നിട്ട് എന്തിന്? എനിക്ക് എൻ്റെ ഐഫോൺ കിട്ടണം. അതാണ് അവരുടെ ലക്ഷ്യം. വിറ്റ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ഷോപ്പിൽ പോയാലും അതവിടെ കിട്ടിയിട്ടുണ്ടാവില്ല. എന്താ അറിയില്ല, എന്തൊക്കെ കള്ളത്തരങ്ങളുണ്ട്. എൻ്റെ വീട്ടുകാർ ആകെപ്പാടൊരു കഥയാണ്. ആലോചിച്ച് നോക്കിയാൽ എൻ്റെ റബ്ബേ, എന്നെക്കൊണ്ട് വയ്യ ഒന്നും. മോളെ സൗദ, സൗദ. ഫസീല അതാ അവളെ വീണ്ടും വിളിക്കുന്നു. ഫസീല എന്നാൽ വരുമ്പോൾ കുറച്ച് പലഹാരമെല്ലാം ചുട്ടുകൊണ്ടായിരുന്നു വന്നത്. മോളെ, ഇതിപ്പോൾ എന്തിനാ അതൊക്കെ ഈ കൊടുന്നത്? അല്ലുമ്മ, സൗദൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുകയല്ലേ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ട്. എന്തായാലും എൻ്റെ അനിയത്തിൻ്റെ സ്ഥാനത്ത് തന്നെ ഓളെ ഞാൻ കാണുന്നത്. എന്തൊക്കെ തന്നെയായാലും നമ്മളെ നവാസ്കാക്ക് ഞാൻ ഇല്ലാത്ത സമയത്ത് താങ്ങും തണലോ ഇട്ട് ഓളെ ഇക്കാൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഓളല്ലേ. അപ്പോൾ നമ്മൾ അവരെ കുറച്ചൊക്കെ സ്നേഹിക്കണമല്ലോ. മോളെ, സ്നേഹിക്കണമൊന്നും കുഴപ്പമില്ല. നല്ല രീതിയിൽ മാനമര്യാദയിലായി കഴിഞ്ഞാൽ എല്ലാം റാഹത്തന്നെ ആയിരിക്കും. പക്ഷേ എന്തുമ്മ? അല്ലേ, ഒന്നുമില്ല. നുസൈബാൻ എങ്ങനെ പഠിപ്പിക്കും, ഡ്രസ്സ് കലക്കാൻ കൊടുത്തിട്ടും അത് ഇതാക്കിയിട്ടൊക്കെ. ഇനിയും ഒന്ന് നീച്ചൊക്കെ നിന്ന് അല്ലെ ആ കുട്ടീനൊക്കെ ഒന്ന് നോക്കിക്കൂടെ? പറ്റൂല. പക്ഷെ എൻ്റെ നുസിയോ ഒരക്ഷരം കാമാന്ന് മിണ്ടൂല. എന്തൊക്കെ തന്നെ ഓല് ഉപദ്രവിച്ചാലും കാട്ടിയാലും ഓൾ മറുത്തൊന്നും പറയില്ല. ചിലപ്പോൾ എന്തൊക്കെയേ പറയും. ഏതായാലും പഠിച്ചോ നല്ല ബുദ്ധി കൊടുക്കട്ടെ, അതേ പറയാനുള്ളൂ. എന്നാലും എൻ്റെ നവാസ് വിളിച്ചില്ലല്ല, അതാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. അല്ലേ, അങ്ങനെയൊക്കെ പോകണേ 1, 2, 3. ഇപ്പോൾ ഷമ്മാസാണെങ്കിൽ നവാസ് ഓലൊക്കെ വിളിക്കും. ഇതിപ്പോൾ ഇതാ പോയിട്ട് ഒരു വിളിയില്ല, തെളിയില്ല. എൻ്റെ കുട്ടി എവിടെയെന്നാവാം റബ്ബേ. എങ്ങോട്ടിപ്പോൾ ഇങ്ങനെ ടൂർ പോക്ക്? എന്നാലും പിന്നോട് മുണ്ടാതൊരു പോക്ക് പോകാൻ പോയല്ലോ. ഷമ്മാസ് അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു. ഇത്താ. മോനെ ഷാമോനെ, ഇതെപ്പോഴൊന്നും ഞങ്ങളിപ്പോൾ ഓട്ടോ വിളിച്ചെന്ന് വന്നാൽ മോനെ. അത് ശരി, ഇരിക്കി തന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകാനുള്ള. ശരിക്കും ഷമ്മാസിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഫസീലൊന്ന് ഞെട്ടി. അതൊക്കെ എൻ്റെ ഇക്ക വരട്ടടാ, എന്നിട്ട് ഇൻഷാല്ല പോയിക്കോളാം. അല്ലിത്ത ഇപ്പോൾ പറയാൻ പറ്റില്ല, കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ. എൻ്റെ പൊന്നു ഷാമോനെ, അതൊക്കെ എൻ്റെ ഇക്ക വരട്ടെ. ഇക്ക വന്നിട്ട് ഓൾക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടറെ കാണിക്കാലോ. മറ്റോലൊക്കെ കാണിച്ച ലിസി ഡോക്ടറായിരുന്നു. അവരായാലും കുഴപ്പമില്ല. ഫാത്തിമ സൂറ ഉണ്ട്, ഇപ്പോൾ ചാർജ് എടുത്തിട്ടുണ്ട്. ചിലവർ പറയും ഫാത്തിമ സൂറ ആണ് നല്ലത്, ചിലപ്പോൾ ചീത്ത പറയും. ലിസിക്ക് പിന്നെ ആ കുഴപ്പമില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല. എൻ്റെ ഇക്കാക്ക ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പോകാം. അതായിരിക്കും നല്ലത്. അല്ലേ ഷാമോനെ? അല്ലേ ഉമ്മ?
ആ അതന്നെ ഓൻ വന്നോട്ടെ, നവാസിനിപ്പോൾ ഇതൊക്കെ തൃപ്തിയുള്ള കാര്യമാണേ. പഠിച്ചവനെ മക്കളൊക്കെ കുറേ ഉണ്ടാണ് നല്ല മട്ടത്തിൽ. ഏ നല്ല രീതിയിൽ മക്കളൊക്കെ നമുക്ക് നമ്മളെ പുത്തൻ വീട് തറവാട്ടിക്ക് എമ്പാടും ആണേ, എന്നാലേ നമ്മളെ ഈ തറവാട് വളരുള്ളൂ. എൻ്റെ നവാസിന് ഏതായാലും നാലാമത്തെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷമായി. പഠിച്ചോനെ ഇനിയിപ്പോൾ ആ പെണ്ണിനൊരു തുണയും കൂടി വേണം. ഇവിടെ ഇപ്പോൾ ഇവനെ ഒരാണുണ്ട്, അവിടെ ഒരു ആണുണ്ട്. ഇനിയിപ്പോൾ ആ പെണ്ണിനൊരു തുണയും കൂടി വേണം. എന്നാൽ പിന്നെ രണ്ട് പെണ്ണും രണ്ടും ആണും ആയി. ഉമ്മാര് രണ്ടായാലും മക്കൾ ഓൻ്റെ തന്നെയല്ലേ നാലും. പഠിച്ചോ ഹയറിലാക്കട്ടെ. എന്നാൽ ഫസീലക്ക് അത് വല്ലാത്ത ഒരു സന്തോഷമായി. ഉമ്മ ഇൻഷാ അല്ലാ, എന്തെന്നറിയില്ല വല്ലാത്ത സന്തോഷം. കാര്യം മറ്റൊന്നുമല്ല, നവാസുമായി നല്ല ജീവിതമാണ് അവളിപ്പോൾ നയിക്കുന്നത്. സ്നേഹത്തോടെയാണ് നവാസ്കയുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. സൗദിയെയും ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ഫസീൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ വാതിൽ തുറന്നില്ല. ഉമ്മ, സൗദ വാതിൽ തുറന്നില്ലല്ലോ. ഞാൻ അവളെ ഒന്നും കൂടി വിളിച്ചു നോക്കട്ടെ. ഫസീല മോളെ ഇങ്ങ് വന്നേ. 2 പ്രാവശ്യം മുട്ടി വിളിച്ചില്ലേ? അതുവരേക്ക് അവൾ വാതിൽ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് കുറ്റിയിട്ടത്. അതുകൊണ്ട് പോകണ്ട. അങ്ങനെ വാശി പാടില്ല. നമ്മളെല്ലാവരുടെ മുമ്പിലും താന്നു കൊടുക്കണം. എന്തെങ്കിലൊക്കെ തന്നെ നല്ല ജീവിതം ഉണ്ടാവുള്ളൂ. ഭയങ്കര അഹങ്കരിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നുസിയെ, അപ്പോഴേക്കും നുസൈബ അതാ ചായ കൊണ്ടുവന്ന് വെച്ചിരുന്നു. നുസിയെ, എന്തിനാ നുസിയ ഇതൊക്കെ ഇപ്പം എടുത്തത്? ഇപ്പോൾ ഒന്നും വേണ്ടില്ലായിരുന്നല്ലോ. നിങ്ങൾ കുടിക്കി മക്കളെ, വേരി. സ്നേഹത്തോട് സന്തോഷത്തോടു കൂടി അതാ അവർക്ക് ചായ കൊടുത്തു. എന്നാൽ ഈ സമയം ഷമ്മാസ് വിചാരിക്കുകയാണ്, പഠിച്ചോനെ റബ്ബേ, ടൂറ് പോയിട്ട് ഇനിയിപ്പോൾ എന്തായാലും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റബ്ബേ ജാമ്യത്തിന് ഇറക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞേ നടക്കുള്ളൂ. ഇത്രയും ദിവസം എൻ്റെ മോൻ ടൂറ് പോയിട്ട് എന്തേ വിളിക്കാത്തത് എന്നെങ്ങാനും തോന്നി എൻ്റെ ഉമ്മ എങ്ങാനും ചോദിച്ചാലോ റബ്ബേ. ശരിക്കും ഷമ്മാസിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം വന്നു. എന്തെന്നറിയില്ല, എൻ്റെ ഇക്ക സഹായം ചെയ്യുന്നത് കൂടിയിട്ടായിരിക്കും. പഠിച്ചോനെ, എന്നാലും കുഞ്ഞിക്കത് എങ്ങനെ ചതിക്കാൻ ഒരിക്കലും പാടില്ലായിരുന്നു റബ്ബേ. പഠിച്ചോനെ, വല്ലാത്തൊരു കെണിയിലാണ് എൻ്റെ ഇക്ക ചെന്ന് ചാടിയത്. എന്നാൽ ഈ സമയം അതാ ശരിക്കും ഹസീനക്കും കാമുകനും വേണ്ടിയിട്ടുള്ള തിരച്ചിൽ രൂക്ഷമാകുന്നുണ്ട്. അവൻ്റെ വീട്ടുകാർ തന്നെയാണ് അതിനുള്ള പരാതികളും കാര്യങ്ങളും എല്ലാം കൊടുത്തത്. പക്ഷേ മകനെക്കുറിച്ച് വിവരമില്ലാത്തതിനെ തുടർന്ന്, അതും ഒരു പെണ്ണിനെയും കാണാനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ വീട്ടുകാർ വല്ലാതെ വിഷമിച്ചു. അതെ, ഞങ്ങൾ പൊന്നുമോൻ, ഞങ്ങളെങ്ങനെ ആറ്റുനോറ്റുണ്ടാക്കിയ മോനാണ്. അവന് ഞങ്ങളെ വിട്ട് ഒരിക്കലും പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങളുടെ പൊന്നുമോനെ തിരിച്ചു തരാൻ ഞങ്ങൾ എന്തും ത്യാഗം സഹിക്കാൻ തയ്യാറാണ്. വീണ്ടും സ്റ്റേഷനിൽ വന്ന് അതാ പരാതികൾ അവിടെ ബോധ്യപ്പെടുത്തുന്നു. നജീബ് സാറ് പറഞ്ഞു, നമുക്ക് കണ്ടുപിടിക്കാം, ഞങ്ങൾ അന്വേഷണത്തിലാണ്, എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. തമിഴ്നാട്ടിലേക്ക് കേസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ തന്നെയും വൈകാതെ നിങ്ങളുടെ മോനെ സുരക്ഷിതമായി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കും. ഓക്കെ, നിങ്ങൾ സമാധാനപ്പെടൂ. എന്തിനാണ് ഞങ്ങളെ മോനെ അവൾ കൊണ്ടുപോയത്? എന്തിനു വേണ്ടിയിട്ടാണ്? വിഷമിക്കല്ലേ, നമുക്കെല്ലാം സെറ്റാക്കാം കേട്ടോ. ഒരു പ്രശ്നമൊന്നുമല്ലാതെ ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് തമിഴ്നാട് പോലീസിനോട് ഞങ്ങൾ കേസ് കൈമാറുകയാണ്. അപ്പോൾ എന്തായാലും അവിടെ ഒരു അന്വേഷണം എന്തായാലും നടക്കും. അവിടുത്തെ ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ. എന്തിനായിരിക്കും ഈ കുട്ടി? എൻ്റെ കുഞ്ഞ് വിവാഹം കഴിക്കാനൊന്നും അത്രയൊന്നും പ്രായമായിട്ടൊന്നുമില്ല. ഇനിയും ഉണ്ട് 2-3 വർഷം കാത്തിരിക്കണം. അതിൻ്റെ മുമ്പ് തന്നെ ഈ കുട്ടി എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവളുടെ പിന്നാലെ പോയത്? എൻ്റെ പൊന്നു ചേച്ചി, അതായത് ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ അത് വയസ്സൊന്നും നോക്കൂല, കണ്ണും മൂക്കില്ല എന്നൊക്കെ പറയില്ലേ. അവർക്ക് അവരുടെ ജീവിതം, അവർക്ക് അവരുടെ എൻജോയ്മെൻറ്റ്, അതായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതൊന്നും മുന്നോട്ട് ഒരുപാട് പോവില്ല. അതൊക്കെ പാതി വഴിയിലങ്ങ് ഉപേക്ഷിച്ച് അതങ്ങ് നിർത്തും. ഒരിക്കലും നിങ്ങൾ വിഷമിക്കണ്ട. ഹസീന എന്ന പേരുള്ള ഒരുത്തിയുണ്ടല്ലോ, അവൾ ഇവിടെ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി നിന്നവളാണ്. അവൾ ഇവിടെ ലോക്കപ്പിൽ കിടന്ന വ്യക്തിയായിരുന്നു. അതിനിടെ 2 ദിവസം ജാമ്യത്തിന് വിട്ടു. അങ്ങനെ അതിന് ശേഷമാണ് ഇവൾ മുങ്ങിയത്. ആ തള്ള ജയിലിലായും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചത്. എൻ്റെ ഈശ്വര, അത് ജയിൽ പുള്ളിയുടെ കൂടെയാണോ എൻ്റെ മോൻ ഒളിച്ചോടി പോയത്? ജയിലിൽ കേട്ടിട്ടില്ല, ജയിലിൽ ആക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. കാരണം അവരുടെ പ്രവൃത്തികളൊക്കെ അങ്ങനത്തെ ആയിരുന്നു. എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞിനെ നിൽക്കാക്ക്. ശരിക്കും ആ ഉമ്മ കരഞ്ഞു നിലവിളിച്ചു. അത് കരയൊന്നും വേണ്ട, നമുക്ക് എന്താ വെച്ചാൽ കാര്യങ്ങൾ ചെയ്യാം. ഷഹർബാന വക്കീലും അവരെ ആശ്വസിപ്പിച്ചു. ഹസീനയെ പിടിച്ചു കൊണ്ടുവരണം. സൗദിയുടെ ഫോൺ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങണം.
ബാക്കിയുള്ള പൊന്നും സ്വർണവും എല്ലാം വാങ്ങണം. അതിനു വേണ്ടിയിട്ട് ഉള്ള അന്വേഷണങ്ങൾ ഊർജിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.